അടുത്തിടെ വർക്കലയിൽ ഒരു യുവതിക്ക് നേരെ ഓടുന്ന ട്രെയിനിൽ വെച്ചുണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള സംഭവം യാത്രയുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയുയർത്തുന്നു. മദ്യപിച്ചും അല്ലാതെയും ചിലർ ട്രെയിൻ കമ്പാർട്ട്മെന്റുകളിൽ അതിക്രമങ്ങൾ കാണിക്കുന്നത് ഈ ഭയം വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ റെയിൽവേ പോലീസിന്റെ ഓപ്പറേഷൻ രക്ഷിത പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാവുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജാഗ്രതയാണ് ഏറ്റവും വലിയ സുരക്ഷാ കവചമായി മാറേണ്ടത്. സുരക്ഷിതമായി ട്രെയിൻ യാത്ര ഉറപ്പാക്കാൻ സ്ത്രീകൾ ചില കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. രാത്രികാല യാത്രകൾ കഴിവതും ലേഡീസ് കമ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ യാത്രക്കാർ കൂടുതലുള്ള റിസർവേഷൻ കോച്ചുകളിലോ മാത്രം തിരഞ്ഞെടുക്കുക. യാത്രക്കിടെ വാതിൽപ്പടികളിൽ തനിച്ചു നിൽക്കുന്നതും പൂർണ്ണമായി ഒഴിവാക്കുക. ഇത് അപകടങ്ങൾക്കും അക്രമങ്ങൾക്കും വഴിവെച്ചേക്കാം. അപരിചിതരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ അടുത്തുള്ള സഹയാത്രികരെയോ റെയിൽവേ ജീവനക്കാരെയോ വിവരമറിയിക്കണം. കൂടാതെ മൊബൈൽ ഫോൺ എപ്പോഴും ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായി ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു അടിയന്തര സാഹചര്യത്തിലും മടി കൂടാതെ ഉടൻ തന്നെ സഹായം തേടുക. റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പറായ 139 റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 182 വിളിക്കുക. എല്ലാ അടിയന്തര ആവശ്യങ്ങൾക്കും 112 എന്ന പൊതു നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഓർക്കുക, നിങ്ങളുടെ സുരക്ഷയിൽ നിങ്ങളെടുക്കുന്ന മുൻകരുതലുകൾക്ക് വലിയ പങ്കുണ്ട്. ഭയത്തോടെയല്ല, ജാഗ്രതയോടെ യാത്ര ചെയ്യുക. ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.